ഹലോ, കളപ്പുറാപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തൊണ്ടവേദനയാണ്. ഒരുപാട് പേര് തൊണ്ടവേദനയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരുന്നുണ്ട്. തൊണ്ടവേദനയുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കേണ്ടത് ഇത് അടിക്കടി വരുന്നുണ്ടോ എന്നുള്ളതാണ്. സാധാരണ തണുത്ത വെള്ളം കുടിച്ചിട്ടും തണുത്ത സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞിട്ടും അങ്ങനെയുള്ള കേസുകളിലൊക്കെ തൊണ്ടവേദന വരാറുണ്ട്. ആ തൊണ്ടവേദനയല്ല, ആ തൊണ്ടവേദനക്ക് നമുക്ക് ഞാൻ ഈ പറയുന്ന കളർ ഇട്ട് കൊടുത്താൽ മതി. നേരെ മറിച്ച് വേറെ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ട് തൊണ്ടവേദന വരാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട് വരുന്ന തൊണ്ടവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കടി വരും, വളരെ വേഗത്തിൽ. അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാരണമാണ്. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തില്ല. മറ്റൊന്ന്, നമ്മുടെ ബോഡിയിൽ ആൽക്കലൈനിറ്റി കുറവാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അടിക്കടി നമുക്ക് തൊണ്ടവേദന വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കിഡ്നിയെ കൂടി നമ്മൾ ടോണിഫൈ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താൻ. അപ്പോൾ ആദ്യം ഞാൻ പറയുന്ന തൊണ്ടവേദന നമ്മൾ തണുപ്പ് കഴിച്ചതോ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നതുകൊണ്ടോ ബസ്സിൻ്റെയൊക്കെ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് കാറ്റ് കൊണ്ടിട്ട് വരുന്ന തൊണ്ടവേദനയോ അങ്ങനെയൊക്കെ വരുന്ന തൊണ്ടവേദനയ്ക്കുള്ള റെമഡിയാണ് ആദ്യം ഞാൻ ഇപ്പോൾ പിക്ചറിൽ കാണിക്കുന്ന കളർ ഇടേണ്ടത്. ഇനി നിങ്ങൾക്ക് അടിക്കടി തൊണ്ടവേദന വരുന്നുണ്ടെങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തൊട്ട് അപ്പുറത്തു കൂടി പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കയറി നോക്കണ്ട് എന്നുള്ളതാണ്. അതായത് ഏത് പാത്തജൻ പോയാലും നിങ്ങളിലേക്ക് കയറാൻ, ഏത് രോഗവും പെട്ടെന്ന് നിങ്ങളിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വൈറ്റമിൻസും മിനറൽസും ഉള്ള ഫുഡുകൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന കളറ് ഇതേപോലെ ഇടാൻ ശ്രമിക്കുക. അവർക്ക് അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുശേഷം വേണം ഇത് കളർ ഇട്ട് കൊടുക്കാൻ. അവരോട് നല്ല വൈറ്റമിൻസും കാര്യങ്ങളുള്ള സാധനങ്ങൾ കഴിക്കാനും പറയുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.